കോൺഗ്രസ് പാർട്ടിക്ക് മാത്രം വോട്ട് ചെയ്തിരുന്ന, കോൺഗ്രസ് കുടുംബത്തിൽ നിന്ന് മാത്രം വന്നിരുന്ന ഒരാളെന്ന നിലയിൽ എന്നെ പോലുള്ള ഒരാളുടെ ഒരു സ്വാഭാവികമായ തെരഞ്ഞെടുപ്പായിരുന്നു KSUവിൻ്റെ രാഷ്ട്രീയം. എം സ്വരാജ് ക്ലാസ് മുറിയിൽ പ്രസംഗിച്ച് വിദ്യാർത്ഥികൾ ഇടയ്ക്കെല്ലാം നിറഞ്ഞ കയ്യടികൾ അദ്ദേഹത്തിന് നൽകുമ്പോൾ അതിന് തുടർന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗശേഷം അതിന് മറുപടി എന്നോണം വേദിയിൽ കയറി ഇന്ന് ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഞാനൊക്കെ പ്രസംഗിക്കുമ്പോൾ വലിയ കയ്യടികളൊന്നും ലഭിക്കില്ല. പക്ഷേ ഒരു പറ്റം കുട്ടികളെയും കൊണ്ടാണ്, KSUവിൻ്റെ അനുഭാവികളെയും സദസ്സിൽ കൊണ്ടിരുത്തി ആണ് ആ കയ്യടികൾ അക്കാലത്ത് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. അസാമാന്യമായ ദൈഷ്ണികതയും ഭൗതിക ശേഷിയും ഓർമ്മശക്തിയും പറയേണ്ടത് കൃത്യമായിട്ട് സംവദിക്കാനുമുള്ള എം സ്വരാജിൻ്റെ ഒരു ശേഷിയും അല്പം ദേഷ്യത്തോടെയും തെല്ലസൂയയോടെ ഒക്കെയാണ് അന്നത്തെ KSU രാഷ്ട്രീയത്തിൻ്റെ മുഖ്യധാരയിൽ നിന്നൊരാളെന്ന നിലയിൽ ഞങ്ങളൊക്കെ നോക്കിക്കണ്ടിരുന്നത്. പ്രത്യേകിച്ച് കോളേജ് ഒരു അക്കാദമിക വർഷം ആരംഭിച്ച് ഏതാണ്ട് 3 മാസം കഴിയുമ്പോഴാണ് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് സാധാരണഗതിയിൽ നടക്കാറ്. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 10-12 ആഴ്ച ക്ലാസ് മുറികളിലെല്ലാം നിരന്തരമായിട്ട് തെരഞ്ഞെടുപ്പിൻ്റെ ആശയപ്രചരണം നടത്തുന്നതിനും വിദ്യാർത്ഥികളെ തങ്ങളുടെ ആശയധാരയിലേക്ക് കൊണ്ടുവരുന്നതിനുമൊക്കെ ധാരാളം സമയം ലഭിച്ചിരുന്നു. ആ സമയത്ത് എം സ്വരാജിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രസ്ഥാനത്തോട് പിടിച്ചു നിൽക്കാനായിട്ട് പലപ്പോഴും ഞങ്ങൾ പ്രയാസം അനുഭവിച്ചിരുന്നു. അത് ആ മനുഷ്യൻ്റെ അസാമാന്യമായ നേതൃത്വ മികവിൻ്റെ ഒക്കെ ഒരു നല്ല ഉദാഹരണമായിട്ട് ഞാനിപ്പോൾ ഓർക്കുകയാണ്.